Monotonically increasing sequences. We have a sequence xn. Xn is called a monotonically increasing sequence or simply increasing sequence or otherwise non-decreasing sequence. ഈ മൂന്ന് കാര്യങ്ങളും ഒരേ ഡെഫിനിഷനാണ്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ഓർ ഇൻക്രീസിങ് സീക്വൻസ് ഓർ നോൺ ഡിക്രീസിങ് സീക്വൻസ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സീക്വൻസിൻ്റെ തന്നെയാണ്, ഒരേ ഡെഫിനിഷൻ തന്നെയാണ് ഇതിന് മൂന്നെണ്ണത്തിനുള്ളത്. ഒരു സീക്വൻസ് എക്സൻ ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് ആണ്, അതുമല്ലെങ്കിൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വേർഡ് മീനിങ് തന്നെ മോണോട്ടോൺ ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. മോണോട്ടോൺ മീൻസ് ഒരേ ടോണിൽ ഇൻക്രീസ് ചെയ്യുക. ദാറ്റ് ഈസ് x1 വലുതായിരിക്കണം x2, x2 വലുതായിരിക്കണം x3. അങ്ങനെ പോകുന്ന സീക്വൻസുകളെയാണ് നമ്മൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസുകൾ എന്ന് പറയുന്നത്. ഇനി വലുത് ആവണം എന്നില്ല, ഈക്വൽ ടു ആയാലും മതി. സോ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x3 എക്സെട്ര. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് xn+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xn ഫോർ എവരി n in n. ഏത് n എടുത്താലും ഏത് ടേം എടുത്താലും അതിൻ്റെ തൊട്ടു പുറകിലുള്ള ടേമിനേക്കാൾ അത് വലുതായിരിക്കണം. x1 വലുതായിരിക്കണം x2, x2 വലുതായിരിക്കണം x3, അല്ലെങ്കിൽ ഈക്വൽ, വലുത് അല്ലെങ്കിൽ ഈക്വൽ ടു. ഇങ്ങനെയുള്ള സീക്വൻസുകളാണ് ഈ പ്രോപ്പർട്ടി. എല്ലാ എന്നിനും വേണം, ഏതെങ്കിലും കുറച്ച് ടേമിന് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ. ഏത് ടേം എടുത്താലും ഫോർ എവരി n in n അത് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള സീക്വൻസുകളെ നമ്മൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ലെങ്കിൽ വെറുതെ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയും, അതും അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് സീക്വൻസുകൾ എന്ന് പറയും. നെക്സ്റ്റ് വി ഹാവ് ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് എന്തായിരിക്കും? മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ഓർ അതർവൈസ് നോൺ ആസ് ഡിക്രീസിങ് സീക്വൻസ് ഓർ നോൺ ഇൻക്രീസിങ് സീക്വൻസ്. ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? ചെറുതായി ചെറുതായി പോവുക, ഒരേ ടോണിൽ ചെറുതായി വരിക. ദാറ്റ് ഈസ് എങ്ങനെ വരും? x1 ചെറുതായിരിക്കും എന്ത്? x2 ചെറുത് അല്ലെങ്കിൽ ഈക്വൽ. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ x2, അതിനേക്കാൾ ചെറുതായിരിക്കും എന്ത്? x3, അതിനേക്കാൾ ചെറുതായിരിക്കും x4 എക്സെട്ര. അതായത് അങ്ങോട്ട് പോകുന്തോറും അതിൻ്റെ ടേമുകൾ, സീക്വൻസിൻ്റെ ടേമുകൾ ചെറുതായി പോകുന്നതിന്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസുകളെ നമ്മൾ മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്ന് പറയും. സോ ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് xn+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ഫോർ എവരി n in n. സീക്വൻസിലെ ഏത് ടേം എടുത്താലും അതിൻ്റെ തൊട്ടു പുറകിലുള്ള ടേം അതിനേക്കാൾ വലുതായിരിക്കും. നേരത്തെ നേരെ ഓപ്പോസിറ്റ്. xn+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn for every n in n. Such sequences are called monotonically decreasing sequence or simply decreasing sequence or non-increasing sequence. സോ ഇനി നമ്മളിവിടെ ഒരു ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ട് രണ്ടിലും. മോണോട്ടോണിക്കലി ഇൻക്രീസിങ്ങിലും പറഞ്ഞു, ഡിക്രീസിങ്ങിലും പറഞ്ഞു. ശരിക്കും ഇൻക്രീസിങ് ആവാൻ ഈക്വൽ ആവണമെന്നില്ല, വലുതായാൽ മതി. അതുപോലെ ഡിക്രീസിങ് ആവാൻ ചെറുതായാൽ മതി, ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ എന്തിനാണ് ഈ ഈക്വൽ സൈൻ എന്ന് ചോദിച്ചാൽ, ഇഫ് വി കൺസിഡർ ദ കോൺസ്റ്റൻറ്റ് സീക്വൻസ്, അതായത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് കൺസിഡർ ചെയ്തു, 1 1 1 1 എന്നുള്ള സീക്വൻസ്. ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? അപ്പോൾ ആക്ച്വലി ഈ കോൺസ്റ്റൻറ്റ് സീക്വൻസുകൾ രണ്ടുമാണ്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ്ങും പറയാറുണ്ട്, ഡിക്രീസിങ്ങും പറയാറുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് സീക്വൻസുകളെ രണ്ടിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈക്വൽ ടു, അതുപോലെ നേരത്തെ ഇൻക്രീസിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അവിടെയും നമ്മൾ ഈക്വൽ ടു ചേർത്തത്. സോ ഒരേ സമയം മോണോട്ടോണിക്കലി ഇൻക്രീസിങ്ങും മോണോട്ടോണിക്കലി ഡിക്രീസിങ്ങും ആവുന്ന സീക്വൻസുകൾ കോൺസ്റ്റൻറ്റ് സീക്വൻസുകൾ മാത്രമാണ്. മറ്റൊരു സീക്വൻസുകളും
ഈ പ്രോപ്പർട്ടി ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യില്ല. ചിലത് ഇൻക്രീസിങ് ആയിരിക്കും, ചിലത് ഡിക്രീസിങ് ആയിരിക്കും, ചിലത് രണ്ടും ആവില്ല. നമുക്ക് ഇൻക്രീസിങ് എന്നും പറയാൻ പറ്റില്ല, ഡിക്രീസിങ് എന്നും പറയാൻ പറ്റില്ല. കുറച്ച് ടേമുകൾ വലുതായിട്ട് പോകും, കുറച്ച് ടേമുകൾ ചെറുതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ടേമുകളെ നമുക്ക് സീക്വൻസുകളെ ഇൻക്രീസിങ് എന്നും ഡിക്രീസിങ് എന്നും പറയാൻ പറ്റില്ല. കോൺസ്റ്റൻറ്റ് സീക്വൻസുകൾ രണ്ടുമാണ്, ഇൻക്രീസിങ്ങും ആണ് ഡിക്രീസിങ്ങും ആണ്. സോ വാട്ട് ഈസ് മോണോട്ടോൺ സീക്വൻസ്? നമുക്ക് മോണോട്ടോൺ സീക്വൻസുകളാണ് വേണ്ടത്. മോണോട്ടോൺ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എ സീക്വൻസ് എക്സൻ ഈസ് ഐദർ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓർ മോണോട്ടോണിക്കലി ഡിക്രീസിങ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ, അതായത് ഒരു സീക്വൻസ് ഒന്നുകിൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവുക അല്ലെങ്കിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആവുക. ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആ സീക്വൻസിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസുകളെ നമ്മൾ മോണോട്ടോൺ സീക്വൻസുകൾ എന്ന് പറയും. ജനറലി മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് ഐദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഇറ്റ് ഈസ് ഡിക്രീസിങ്. അങ്ങനെയുള്ള സീക്വൻസുകളെല്ലാം മോണോട്ടോൺ സീക്വൻസുകളാണ്. Now we have certain examples. First one, xn equal to 1, 2, 3 etc. അതായത് n എന്ന് പറയുന്ന സീക്വൻസ്. ഇതെന്ത് തരം സീക്വൻസ് ആണ്? നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അതിങ്ങനെ വലുതായി പോവാണ് ടേം 1, 2, 3. സോ ദിസ് ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ വെറുതെ ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്ന് പറയാം. അതുപോലെ നമുക്കിങ്ങനെ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. xn ഈക്വൽ ടു 1, 1, 2, 2, 3, 3 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. ഇതിൽ ഫസ്റ്റ് ടേം x1ഉം x2 ഈക്വലാണ്, പിന്നെ അതിനേക്കാൾ വലുതാണ് x3, പിന്നെ x3 x4 ഈക്വലാണ്, അതിനേക്കാൾ വലുതാണ് x5 അങ്ങനെ പോകും. അതായത് ഇവിടെ നമ്മൾ ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നതിൻ്റെ ആ ഇമ്പോർട്ടൻസ് ഇവിടെയാണ് വരുന്നത്. അതായത് എല്ലാ ടേമുകളും ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ആണ്, വലുതായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പോൾ ഇതും എന്താണ്? ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഇനി വി കൺസിഡർ xn ഈക്വൽ ടു -n, ദാറ്റ് ഈസ് -1, -2, -3 എന്ന് പോകുന്ന സീക്വൻസ്. ഇതെന്താണ്? ഓരോ ടേം കഴിയുമ്പോഴും കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസുകളാണ്. അതുപോലെ xn ഈക്വൽ ടു 1/n എന്ന് പറയുന്ന സീക്വൻസ്. 1, 1/2, 1/3, 1/4 ഓരോ ടേം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. ഇതും എന്താണ്? മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്. ഇനി നമുക്ക് ഒരു സീക്വൻസ് xn ഈക്വൽ ടു 1, 0, 1, 0 എന്ന് പറയുന്ന സീക്വൻസ്. ഇതിൽ x1നേക്കാളും ചെറുതാണ് x2, പിന്നെ x2നേക്കാളും വലുതാണ് x3, പിന്നെ വീണ്ടും x4 ചെറുതാവും. അതായത് ഒരു ഓർഡർ പറയാൻ പറ്റുന്നില്ല, നമുക്കൊരു മോണോട്ടോണിസിറ്റി ഇല്ല. അതായത് ഇടയ്ക്ക് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും, അങ്ങനെയുള്ള ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. സോ ദിസ് ഈസ് നോട്ട് മോണോട്ടോണിക്കലി ഇൻക്രീസിങ്, നോട്ട് മോണോട്ടോണിക്കലി ഡിക്രീസിങ്. അതുകൊണ്ട് ഈ സീക്വൻസ് എന്തല്ല? മോണോട്ടോൺ സീക്വൻസ് അല്ല, നോട്ട് എ മോണോട്ടോൺ സീക്വൻസ്. മോണോട്ടോൺ സീക്വൻസ് അല്ല ഈ തന്നിട്ടുള്ള സീക്വൻസ്. മോണോട്ടോൺ സീക്വൻസ് ആണെങ്കിൽ ഒന്നുകിൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവണം, അല്ലെങ്കിൽ ഡിക്രീസിങ് ആവണം. ഇനി നെക്സ്റ്റ് we consider the sequence 7, 6, 2, 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്ന സീക്വൻസ്. ഈ സീക്വൻസിൽ ആദ്യത്തെ 3 ടേം 7, 6, 2 അവ തമ്മിൽ പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. x1 ഈക്വൽ ടു 7 ആണ്, x2 എന്ന് പറഞ്ഞാൽ 6 ആണ്, x3 എന്ന് പറഞ്ഞാൽ 2 ആണ്. x1 ആണ് x2നേക്കാൾ വലുത്, പിന്നെ x2 എന്ന് പറഞ്ഞാൽ x3നേക്കാളും വലുതാണ്, 2നേക്കാളും വലുതാണ്. ദെൻ x4 എന്ന് പറഞ്ഞാൽ 1 ആണ്, ആ 1 x3നേക്കാൾ ചെറുതാണ്. ചെറുതാണ് 1.
ദെൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3 ലെസ് ദാൻ 4 അങ്ങനെ പോവാണ്. 1 2 3 4 5 6 7 എക്സെട്ര. അതായത് ആദ്യത്തെ 4 ടേം വരെ ഒരു ഡിഗ്രീസിങ് എന്ന് ഇൻക്രീസിങ് എന്ന് വേണമെങ്കിൽ നമുക്ക്, ഇൻക്രീസിങ് അല്ല ഡിഗ്രീസിങ്, കുറഞ്ഞു വരുമല്ലേ, ഡിഗ്രീസിങ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നത്തെ ടേംസ് 4ാമത്തെ ടേം മുതൽ അങ്ങോട്ടുള്ള ടേമുകൾ ഇൻക്രീസിങ് ആണ്. സോ ഇങ്ങനെയുള്ള സീക്വൻസുകളെ നമ്മൾ പറയുന്നത് അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക് സീക്വൻസുകൾ എന്നാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടേം കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 4ാമത്തെ ടേം മുതലാണ് അത് ഇൻക്രീസിങ് ആവുന്നത്. അപ്പോൾ ഇതിന് അൾട്ടിമേറ്റ്ലി എന്ന് പറയുന്ന ടേം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി കൺവേർജൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയാം. അതായത് 4th ടേം മുതൽ അങ്ങോട്ട് ഇൻക്രീസിങ് ആണ്. സോ ദിസ് സീക്വൻസ് ഈസ് കോൾഡ് അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ്. അതേപോലെ തന്നെ ഇതിൽ ഡിക്രീസിങ് ആവുന്നതുണ്ടാവും. -2 0 1 1/2 1/3 1/4 എന്ന് പറയുന്ന ഈ സീക്വൻസ് ഇവിടുന്ന് അങ്ങോട്ട് ഡിക്രീസിങ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് അത് ഡിക്രീസിങ് ആണ്. 1 1/2 1/3 1/4, അതായത് -2 0 കഴിഞ്ഞാലേ നമുക്കത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാൻ പറ്റൂ. ഇനി ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും മാറി വരാൻ പാടില്ല. ഒരു പെർട്ടിക്കുലർ ടേം കഴിഞ്ഞാൽ പിന്നെ ഒരേപോലെ ആയിരിക്കണം സ്വഭാവം. അതായത് ഒരു പെർട്ടിക്കുലർ ടേം കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മോണോട്ടോണിസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക് എന്ന് പറയാം. അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക് അതൊന്നുകിൽ അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക് ഇൻക്രീസിങ് ആവാം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക് ഡിക്രീസിങ് ആവാം. ജനറലി അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക് സീക്വൻസുകൾ എന്ന് പറയും. ഇനി നമ്മൾ മോണോട്ടോണിക് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും സീക്വൻസുകളുടെ ഡെഫിനിഷൻ പറഞ്ഞു. അപ്പോൾ ഇൻക്രീസിങ് സീക്വൻസുകൾ നമ്മളിങ്ങനെ എഴുതിയത് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x3 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. x4 എക്സെട്ര ഇങ്ങനെയുള്ള സീക്വൻസുകളാണ് ഇൻക്രീസിങ് സീക്വൻസുകൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഫസ്റ്റ് ടേം ആയിരിക്കും x1. അപ്പോൾ ഏറ്റവും ചെറിയ ടേം നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഏറ്റവും വലിയ ടേം ഏതാ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സീക്വൻസ് ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോവുകയാണ്. സോ ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എല്ലായ്പ്പോഴും ലോവർ ബൗണ്ട് ഉണ്ടാവും. ലോവർ ബൗണ്ട് എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ടേം ആയിരിക്കും അതിൻ്റെ ലോവർ ബൗണ്ട്. ഇനി അതുപോലെ തന്നെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണെങ്കിലോ എങ്ങനെ വരിക? x1 പിന്നെ അങ്ങനെ ചെറുതായി വരികയാണ്. x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങോട്ട് പോകുന്തോറും ടേമുകൾ ചെറുതായി വരികയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ടേം ഏതായിരിക്കും? ഫസ്റ്റ് ടേം ആയിരിക്കും x1. സോ ഇതിനെല്ലായ്പ്പോഴും എന്തുണ്ടാവും? അപ്പർ ബൗണ്ട് ഉണ്ടാവും. സോ ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസിന് എപ്പോഴും ലോവർ ബൗണ്ട് ഉണ്ടാവും, അതായത് അത് ബൗണ്ടഡ് ബിലോ ആയിരിക്കും. ഇനി ഒരു മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസിന് എല്ലായ്പ്പോഴും അപ്പർ ബൗണ്ട് ഉണ്ടാവും. അതിലേറ്റവും വലുത് ആദ്യത്തെ ടേം ആയിരിക്കും. സോ ബൗണ്ടഡ് എബോ എന്ന് പറയാം. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. എ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ഈസ് ആൾവേസ് ബൗണ്ടഡ് ബിലോ. എ മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ഈസ് ആൾവേസ് ബൗണ്ടഡ് എബോ. ആദ്യത്തേന് ഇൻക്രീസിങ്ങിന് ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യും, ഡിക്രീസിങ് സീക്വൻസിന് അപ്പർ ബൗണ്ടും എക്സിസ്റ്റ് ചെയ്യും. അത് ഈ ഓർഡർ ഓർത്ത് വെച്ചാൽ മതി. ആ ഡെഫിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻക്രീസിങ്ങിന് ലോവർ ബൗണ്ടും ഡിക്രീസിങ്ങിന് അപ്പർ ബൗണ്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അത് മാറാതിരിക്കാൻ ഈ ബോക്സിലുള്ള ഈ കാര്യം, ഈ രണ്ട് ഡെഫിനിഷൻസ് ആലോചിച്ചാൽ മതി. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ കൂടി പോവുക. x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുക. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ആദ്യത്തെ ടേം ആയിരിക്കും. ഏറ്റവും ചെറിയ നമ്പർ ഉണ്ട്, ദാറ്റ് മീൻസ് ലോവർ ബൗണ്ട് ഉണ്ട്. ലോവർ ബൗണ്ട് ഉള്ളതുകൊണ്ട് ബൗണ്ടഡ് ബിലോ എന്ന് പറയും. അതുപോലെ
ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ചെറുതായി ചെറുതായി വരിക ടേം. അതായത് ഏറ്റവും വലുത് ആദ്യത്തെ ടേം ആയിരിക്കും, പിന്നെ അതിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക ചെയ്യാം. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഉണ്ട്, അതിനെയാണ് നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പർ ബൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് ബൗണ്ടഡ് എബോ ആയിരിക്കും. സോ ദാറ്റ് ഈസ് മോണോട്ടോൺ സീക്വൻസസ്. താങ്ക് യു.